ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സോണിയുടെ 40 ഇഞ്ച് ടി വിയാണ്. ഇത് ബ്ലാങ്കാണ്, പാനൽ ബ്ലാങ്കാണ്. ഓഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ സെറ്റ് ഓണാണ്, ബാക്ക് ലൈറ്റും ഉണ്ട്, പക്ഷേ പിക്ചർ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാണ് നമ്മൾ നോക്കാൻ പോവാണ്. മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഇതാണ് അതിൻ്റെ മദർ ബോർഡ്. അതിൻ്റെ സ്കെയിലർ ബോർഡിൽ വോൾട്ടേജ് ആണ് നമ്മളിപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ മെയിൻ വോൾട്ടേജാണ്. നമുക്കവിടെ ഒരു ഫീസ് കാരിയറുണ്ട്, ഒരു ഫീസുണ്ട്. ആ ഫീസ് വരുന്ന വോൾട്ടേജ് എത്രയാണെന്നുള്ളതാണ് നോക്കുന്നത്. 12 വോൾട്ടാണ് സാധാരണ ഈ വലിയ പാനലിലൊക്കെ വർക്ക് ചെയ്യുന്നത്, 12 വോൾട്ടിലാണ്. അപ്പോൾ ആ 12 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ 12 വോൾട്ട് നമ്മൾ നോക്കുകയാണ്. ആ 12 വോൾട്ട് ഓൾറെഡി അവിടെ ഉണ്ട്, 12 വോൾട്ട് കറക്റ്റായിട്ട് 12 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ബോർഡിലുള്ള വോൾട്ടേജ് മിസ്സിങ് അല്ല, അത് കംപ്ലൈൻറ്റ്. 12 വോൾട്ട് ഓക്കെയാണ്, 12 വോൾട്ട് ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കേണ്ടത് 3.3 വോൾട്ടാണ്. 3.3 വോൾട്ട് അവിടെ ഉണ്ടോ നമ്മൾ നോക്കുകയാണ്. 3.3 വോൾട്ടും ഓക്കെയാണ്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട അടുത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 17 വോൾട്ട് വരും. ഈ 17 വോൾട്ട് ഐ സി എന്ന് വരുന്ന ആ വോൾട്ടേജാണ്. ആ വോൾട്ടേജ് അവിടെ മിസ്സിങ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് ആ 17 വോൾട്ട് അവിടെ കാണുന്നില്ല. അതിൻ്റെ അടുത്തുള്ള വോൾട്ടേജസ് എല്ലാം അടുത്തുള്ള ഇതുപോലെ ഡിസ്കുകൾ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ നമ്മൾ നോക്കുന്നു. പക്ഷേ 17 വോൾട്ട് അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ കംപ്ലൈൻറ്റിലേക്ക് പോയി. കംപ്ലൈൻറ്റ് അതിൻ്റെ ഒരു ഐ സി ഉണ്ട്, ഡിസ്ക് ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ വരാറുണ്ട്. ഇപ്പം ശരിക്കും നമ്മളതിൻ്റെ കാരണം നമ്മൾ കണ്ടുപിടിച്ച് ആ കംപ്ലൈൻറ്റ് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടെ വോൾട്ടേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ആ വോൾട്ടേജ് ഇതുണ്ട്, ഇപ്പോഴും വന്നിട്ടില്ല. ഓൾ വോൾട്ടേജസ് ആർ നില്ലാണ്, എല്ലാ വോൾട്ടേജസുകളും നില്ലാണ്. വീണ്ടും നമ്മൾ ശ്രമിക്കുകയാണ്, അതെന്താണെന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കി അവസാനം നമ്മൾ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് നമ്മളതിൻ്റെ വോൾട്ടേജ് വീണ്ടും ഈ ഐ സിക്ക് അടുത്തുള്ള ഒരു കോമ്പണൻറ്റിൻ്റെ പ്രശ്നമായിരുന്നു, അത് നമ്മൾ റെഡിയാക്കി കറക്റ്റ് ചെയ്ത് വീണ്ടും വോൾട്ടേജ് ചെക്ക് ചെയ്യുകയാണ്. 17 വോൾട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ബാക്കി വോൾട്ടേജ് എല്ലാം അവിടെ വന്നോളും, സെറ്റ് വർക്ക് ആകുകയും ചെയ്തോളും. അപ്പോൾ 17 വോൾട്ടിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം എടുക്കണം, വളരെ ക്ഷമയോടുകൂടി വേണം ഇത് നമുക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ വീണ്ടും വോൾട്ടേജ് വന്നോ നോക്കുകയാണ്. വോൾട്ടേജ് വന്നോ നോക്കുമ്പോൾ അവിടെ ഓൾറെഡി വോൾട്ടേജ് ഉള്ളതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. 16.96, അതായത് 17 വോൾട്ട് തന്നെ അവിടെ വന്നു. 17 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വോൾട്ടേജും അവിടെ വന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ടി വി നമ്മളൊന്ന് ഓണാക്കി നോക്കുകയാണ്. ടി വി ഓണായി വരുന്നു. അവിടെ സോണിയിൽ നിന്ന് വന്നു. കംപ്ലൈൻറ്റ് തീർന്നിട്ടുണ്ട്, ബ്ലാങ്ക് മാറി. പിന്നെ അതിൻ്റെ ഓഡിയോസ് എല്ലാം മാറി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നായിരുന്നു അറിയണമെന്ന് താല്പര്യമുള്ളവർ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ കാണുന്ന നമ്പറിൽ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിച്ചാൽ കംപ്ലൈൻറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും. പല കംപ്ലൈൻറ്റുകളുണ്ട്, അതുകൊണ്ടാണ് ഇതിനകത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യാത്ത. താല്പര്യമുള്ളവർ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഈ ചാനൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞുതരാം. അപ്പോൾ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഓഡിയോസ് എല്ലാം വന്നു. സെറ്റിന് നമ്മൾ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് സെറ്റാക്കി ഇനി വീഡിയോ കൂടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഇതാണ് സോണി 40 ഇഞ്ച് LED TV-യുടെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്തപ്പോൾ. അതൊന്നും സാരമില്ല മായി. എന്നാൽ ഞാൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ. ശ്യാം സാർ ഇവിടെ നിന്ന് പോവാണോ? എന്ത് പറ്റി? ആ കഥയ്ക്ക് ഞാൻ നിന്നോട് വിസ്തരിച്ച് പറയാം. പക്ഷെ ശ്യാമോനെ, വല്ലവരും പറയുന്നത് കേട്ട് നീ അങ്ങനെ ഇവിടുന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിന്നെ ഞങ്ങൾ വിടുകയില്ല. അതൊന്നും വേണ്ട മായി. എന്തായാലും ഞാൻ പോവാൻ തീരുമാനിച്ചു. വേറെ എന്തെങ്കിലും താമസ സൗകര്യം ശരിയായോ ശ്യാമേ? തൽക്കാലം ഒരു ലോഡ്ജിൽ കൂടാന്ന് തീരുമാനിച്ചു. എന്റെ കൃഷ്ണ ഭഗവാനെ,